സുപ്രീം കോടതി ഇടപെട്ട കാര്യമാണ്. ഇന്നലെ നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ തെരുവ് നായ്ക്കളെ പേടിച്ച്, എനിക്ക് നായ്ക്കളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തെരുവ് നായ്ക്കളുടെ ഈ വാർത്തകളൊക്കെ കേട്ട് കേട്ട് ഈ നായ അടുത്തൂടെ പോയാൽ തന്നെ നമുക്ക് അറിയാണ്ടൊരു ഭയം തോന്നും അല്ലേ? അപ്പോൾ കടി ഏൽക്കാതിരിക്കാൻ നടപടി എന്ത് നോക്കാം. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലേ എത്രത്തോളം ഭീതിയോടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാൽനട യാത്രക്കാരൊക്കെ പോകുന്നത്. തെരുവ് നായ ശല്യം പരിഹരിക്കാൻ ഇന്നലെ സുപ്രധാന ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ തെരുവ് നായ്ക്കളെ മുഴുവൻ മാറ്റുക എന്നത് പ്രായോഗികമല്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇന്നലെ പ്രതികരിച്ചത്. തെരുവ് നായ നിയന്ത്രണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തുടർ നടപടി എന്തായിരിക്കും? തെരുവ് നായ ശല്യം രൂക്ഷമായ കൊല്ലം അഞ്ചലിൽ നിന്ന് സലിം മാലിക്, ഒപ്പം കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് എന്നിവർ ചേരുകയാണ് തത്സമയം. ആദ്യം സലിം മാലിക്കിലേക്ക് പോകുന്നു. സലിം, ഗുഡ് മോർണിംഗ്. സലിം, കൊല്ലത്ത് നിന്നാണെങ്കിലും ഇപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നാണെങ്കിൽ പോലും ഏത് തരത്തിലാണ് ഈ തെരുവുനായയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അഞ്ചലിലെ സാഹചര്യം എന്താണ് സലിം? പ്രവിത ക്രിസ്റ്റ്യന, ഗുഡ് മോർണിംഗ്. ഈ സംസ്ഥാനത്തുടനീളം തെരുവുനായയുടെ ആക്രമണത്തിന്റെ വാർത്തയില്ലാത്ത ഏതെങ്കിലും ദിവസം കടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ അഞ്ചൽ ചന്തമുക്ക് പ്രദേശത്ത് ഇന്നലെ മാത്രം 7 പേരെയാണ് തെരുവുനായ കടിച്ചത്. നമ്മളിപ്പോൾ ഇവിടെ രാവിലെ വരുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇത് വലിയ തിരക്കുള്ള സ്ഥലമാണ്. അവിടെ 2 പട്ടികൾ, തൊട്ടപ്പുറത്ത് ഈ ബസ് സ്റ്റാൻഡാണ്, ഈ ചന്തമുക്ക് ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് 3 നായ്ക്കൾ ഇങ്ങനെ കടിപിടി കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഈ കടയ്ക്ക് മുൻപിൽ വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം 7-ലധികം പേരെ ഈ തെരുവുനായ ആക്രമിച്ചത്. അങ്ങനെ രൂക്ഷമായ സാഹചര്യം ഈ മേഖലയിലുണ്ട്. ഈ മേഖലയിലുണ്ട് എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലാകെ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. ചേട്ടാ, ഇത് ചേട്ടന്റെ കടയാണോ? ഇന്ന് കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ഇവിടെ സംഭവം? ഇതിൽ കടയിൽ സാധനം മേടിക്കാമെന്ന് നാളെ പട്ടി ഓടി ഒന്ന് കടിക്കുമായിരുന്നു. പിന്നെ അതിനെ എല്ലാവരും കൂടി ഒന്ന് അതിന് ഈ പേവിഷബാധ ഉണ്ട് എന്നതുൾപ്പെടെ നിങ്ങൾ ആരോപിച്ചു? ഉണ്ട്. അത് ഒരു ദിവസം അടിച്ച് കിണത്തും വീണ്ടും അത് എണ്ണിച്ച് ഓടി. അപ്പോഴത്തേനെ പിന്നെ ആൾക്കാരെല്ലാം കൂടെ അതിനെ തട്ടി. അതാണ് ഈ കടയുടെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു ഇന്നലെ. അതായത് ഇത് വലിയ തിരക്കുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് രാവിലെയൊക്കെ 2-3 സ്കൂളുകൾ ഈ പരിസരത്തിന് തൊട്ടപ്പുറത്താണുള്ളത്. അവിടെ നിന്ന് കുട്ടികൾ ഉൾപ്പെടെ പോകുന്നതാണ്. ഇവിടെ ഈ തെരുവുനായ ശല്യം രൂക്ഷമാണോ അതോ ഇന്നലെ മാത്രം ഉണ്ടായതാണോ? അല്ല, തെരുവുനായകൾ ശരിക്കും ഇവിടെ ഉണ്ട്. യാതൊരു നിവർത്തിയും ഇല്ല. കൊച്ചുങ്ങളും കുട്ടികളും സ്കൂളും ബസ്സും ആളുകൾ തിരക്കുള്ള സമയമല്ലേ, ചന്തയല്ലേ, മാർക്കറ്റിലെ. ഇവിടെ ഇങ്ങനെ ഒരാൾ നടന്നങ്ങോട്ട് പോയപ്പോഴാണ് ചാടിയാണ് കടിച്ച് പറിച്ചത്. പിന്നെ പറിച്ചിട്ട് പിന്നെ അയാളെ മുണ്ട് മാത്രമേ കീറിയുള്ളൂ. പിന്നെ എല്ലാവരും കൂടെ ലംഘം കണ്ടുകൊണ്ടിട്ട് അടിച്ച് കൊന്നു ഒത്തിരി. പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയും ഭയങ്കര ശല്യം. അവർ ആരും ഇല്ലാത്തൊരു തള്ള നടന്നു വന്നു അവരെ തള്ളിയിട്ട് കടിച്ച് കീറി പിന്നെ പോലീസുകാരെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ അധികാരികൾ എന്തെങ്കിലും ഇതിന് ഒരു നടപടി എടുപ്പിക്കണേ മക്കളെ, ആരെങ്കിലും കൊണ്ട്. അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഇവിടെ പേടിച്ചിട്ട് രാത്രി ഒന്നും നടക്കാൻ ഒക്കത്തില്ല. കൊച്ചുങ്ങൾ ശരിക്കുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളും അങ്കമാടിയും ESA എല്ലാം ഉള്ള സ്ഥലമാണ്. കളച്ചന്തയും ഇവിടെയും എല്ലാം. ഈ പ്രവിത ക്രിസ്റ്റ്യന, അത് തന്നെയാണ്. അതായത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊല്ലം ജില്ലയിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ABC പദ്ധതി കുരിയോട്ടുമലയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതി ഇനിയും കുറേ സമയമെടുക്കും. അതിനിടയിലാണ് ഈ തെരുവുനായയുടെ ആക്രമണം മൂലം വലിയ പ്രതിസന്ധികൾ നിലവിൽ ഈ പ്രദേശത്ത് നേരിടുകയും ചെയ്യുന്നത്. ഈ മാത്രമല്ല, ഇതേ സ്ഥലത്ത്, അതായത് ഈ അഞ്ചൽ ചന്തമുക്കിൽ നിന്ന് കിലോമീറ്റർ മാത്രം അപ്പുറത്ത് കുന്നിക്കോട് ഈ വിളക്കുടി എന്ന പ്രദേശത്ത് വെച്ചായിരുന്നു നിയ ഫൈസൽ എന്ന 7 വയസ്സുകാരി 6 മാസങ്ങൾക്ക് മുൻപ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാവുകയും അതിന് പിന്നാലെ ഈ വാക്സിൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട അതിലെ പാകപ്പിഴകൾ മൂലം മരിക്കുകയും ചെയ്ത ആ കുടുംബത്തിന് പോലും ഇതുവരെയും ഏതെങ്കിലും നിലയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ പോലും ഉണ്ടായിട്ടില്ല. ചേട്ടാ, ഇവിടെ ഈ ശല്യമാണോ ഈ തെരുവുനായ? ശല്യമേ ഉള്ളു. മെലിഞ്ഞാന്ന് തന്നെ ഇവിടെ നിന്ന് ആൾക്കാരെയും കടിച്ച്, ആ കടയിൽ നിന്നവരെ കടിച്ച്. പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞു. പഞ്ചായത്തുകാർ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ അതിനെ തല്ലിക്കൊല്ലാനാണ് പറയുന്നത്. അല്ല, പഞ്ചായത്ത് ഒരു ഇടപെടലും ഇടുന്നില്ല. ചേട്ടാ, ഇവിടുത്തെ എങ്ങനെയാണ് ഈ പ്രദേശത്ത്? ഇപ്പൊ തന്നെ തൊട്ടപ്പുറത്ത് ഈ ബസ് സ്റ്റാൻഡിലൊക്കെ നിറയെ തെരുവുനായകളാണ്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ ഭയങ്കര നിരാവസ്ഥയാണ്. ഭയങ്കരമായ ശല്യങ്ങളും ഇതുമാണ്.
ശരി, സലീം മാലിക്കാണ് അഞ്ചലിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നമുക്ക് പോകേണ്ടത് കോഴിക്കോട്ടേക്കാണ്. അവിടെ നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിലെ, നമ്മുടെ ഈ ജോസ്വിൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്, ഈ തെരുവുനായ കാരണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പേടിയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പോലും നമുക്കറിയാം വീടിനുള്ളിൽ കിടന്നുറങ്ങിയ കുഞ്ഞിനെ വരെ കടിക്കുന്ന അവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ഇത് കുറേ നാളുകളായിട്ടുള്ള ഒരു പ്രശ്നമാണല്ലോ. സംഘം ചേർന്ന് പ്രത്യേകിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്ത ജീവികൾ ഇങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ കാര്യം വലിയ അപകടത്തിലാണല്ലോ. തീർച്ചയായിട്ടും പ്രവിത, ക്രിസ്റ്റീന, നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിലാണ് തെരുവുനായ ശല്യം ഇത്രയധികം രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും അതിൽ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ സ്വാഗതാർഹമാണ്. അത് അല്പമെങ്കിലും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോൾ ഞാനുള്ള സ്ഥലം തന്നെ നമുക്ക് പരിശോധിക്കാം. ഞാനുള്ളത് കോഴിക്കോട് തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന രണ്ടാമത്തെ സ്ഥലമാണ് മിഠായി തെരുവ്, SM സ്ട്രീറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന മിഠായി തെരുവ്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നതേ ഉള്ളൂ. ഇവിടെ തന്നെ നിരവധി ഇടങ്ങളിൽ തെരുവ് നായകൾ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നു. ആളുകൾ ആട്ടിപ്പായിക്കുമ്പോൾ മാത്രം ഇവ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഇടത്ത് തന്നെ ഇത്തരത്തിൽ കൂടുതൽ തെരുവുനായകൾ ഉണ്ട് എന്നുള്ള സാഹചര്യം അങ്ങേയറ്റം ഭീതിജനകമാണ്. ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു പാരന്റിൻ്റെ അടുത്ത് അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കുട്ടിക്കൊപ്പം പോവുകയാണ്, അതായത് സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്കൊപ്പം പോവുകയാണ്, അതല്ലാതെ മറ്റ് വഴികളില്ല എന്നാണ്. നമുക്കിവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അവരോട് ചോദിക്കാം. ഈ തെരുവുനായയുടെ ശല്യം നമ്മുടെ ജില്ലയിൽ ഒരുപാടധികം കൂടുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട്? തെരുവുനായ്ക്കളെല്ലാം ശാന്തരാണ്. കോഴിക്കോടെ സംബന്ധിച്ച് ഇവിടെ ടൗണിലുള്ള ഒരു തെരുവുനായ ഒരാൾ ഉപദ്രവിച്ചാൽ റിപ്പോർട്ടില്ല. പിന്നെ അന്ന് മറ്റേ ഓവർബ്രിഡ്ജിൻ്റെ അവിടുന്ന് കടിച്ചത് പുറമേ നിന്ന് വന്നൊരു നായാണ്. ഇവിടെ എല്ലാവരും ജനങ്ങളുമായിട്ട് കണ്ടിട്ട് നായും പട്ടിയും കോഴിയും പൂച്ചയും മൃഗങ്ങൾക്കും എല്ലാം മനസ്സുണ്ട്. പക്ഷെ ഇത് ഉണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല നടത്തുന്നത്. അപ്പോൾ അവരോട് എങ്ങനെ ഇടപെടുന്നു അല്ല, അവർക്ക് ഫുഡ് കിട്ടാതെ ഈ ഇവിടെയുള്ള ഇവർക്ക് ഭക്ഷണത്തിന് പഞ്ഞമില്ല. അതുപോലെ എപ്പോഴും ജനങ്ങളെയും കണ്ട് അവരുടെ മെൻറ്റാലിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ജീവിക്കുന്നത്. നാടൻ പ്രദേശത്തുള്ളവർ അവരുടെ കാര്യം തന്നെ നോക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ പട്ടികൾ ശ്രദ്ധിച്ചില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ആനിമൽ ലവറുമാണ് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട്. എന്തായാലും മാത്രമല്ല, അദ്ദേഹം പറയുന്നത് നായകളുടെ മനഃശാസ്ത്രമാണ്. കാരണം അങ്ങോട്ട് എന്തെങ്കിലും പിന്നെ ചെയ്യുമെന്ന് തോന്നുന്നവരെയാണ് ഇത് ഉപദ്രവിക്കുന്നതെന്ന് പറയാം. ഇപ്പൊ ചില മനുഷ്യർക്കും തോന്നലുണ്ട്, ഒന്നും ചെയ്തില്ലെങ്കിൽ ഇന്നാൾ ഉപദ്രവകാരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപദ്രവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തിയറിയൊക്കെ ഇവിടെ നമുക്ക് പ്രാക്ടിക്കൽ ആണോ നിഖിലേ? അത് ഒരിക്കലും അപ്ലിക്കബിൾ അല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ നോക്കൂ, മിഠായി തെരുവിൻ്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ക്ഷേത്രത്തിന് മുന്നിലൊക്കെ ആയിട്ട് ദുർഗാ ഭഗവതി ക്ഷേത്രമുണ്ട്, അതിൻ്റെ മുന്നിലൊക്കെ തെരുവുനായുടെ ശല്യമുണ്ട്. ആളുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവർക്കൊരു പ്രയാസമായി മാറുകയും അതിനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു തുടർക്കഥയായി മാറുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിനൊരു അറുതിയില്ലാതെ ആവുന്നു. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വീടുകളിൽ കുട്ടികളെയൊക്കെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുമ്പോൾ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടാകുന്നു. അപ്പോൾ ഇതൊരു തുടർക്കഥയാവുന്നു. കൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ തീർച്ചയായിട്ടും സ്വാഗതാർഹം തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ വിഷയത്തിൽ ഇന്ന് കോഴിക്കോട് മേയറുടെ അടക്കം പ്രതികരണം തേടുന്നുണ്ട്. ഇത് പെട്ടെന്ന് നടപ്പാക്കുന്നതിലെ ഒരു അശാസ്ത്രീയത അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർ സൂചിപ്പിക്കുന്നുണ്ട് എന്നിരിക്കുകയും കാലക്രമേണ എങ്കിലും ഇതിനൊരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയിലേക്കാണ് എല്ലാവരും സുപ്രീം കോടതിയുടെ ആ ഒരു തീരുമാനത്തെ നോക്കിക്കാണുന്നത്. ക്രിസ്റ്റീന, പ്രവിത. ശരി, നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ പറഞ്ഞത്. എന്തായാലും സുപ്രീം കോടതി അതിന്റെ ഗൗരവം മനസ്സിലാക്കി ആ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത്രയും പെട്ടെന്ന് ഇതെങ്ങനെ സാധിക്കും? എല്ലാ തെരുവുനായകളെയും അല്ലെങ്കിൽ എല്ലാ നായ്ക്കളെയും വെടിവെച്ച് നമുക്കും സ്നേഹമുള്ള ജീവികളാണ്, ഒരു കാരണവശാലും നമ്മൾ അത്തരം കാര്യങ്ങൾ പറയില്ല. പക്ഷേ മനുഷ്യന്റെ പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഭീതിയോടുകൂടെ സ്കൂളിൽ പോവുക എന്നൊക്കെ പറയുന്നത് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാവുമെങ്കിൽ അതല്ലേ നല്ലത് എന്നൊരു ചോദ്യം കൂടി ഉയർത്തിക്കൊണ്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.